എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വാഴയിലയിൽ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് മീൻ പൊള്ളിച്ചെടുക്കുന്നത് നോക്കാം. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പൊള്ളിച്ചെടുക്കാവുന്നതാണ്. അയല, മത്തി, കരിമീൻ, അതുപോലെ നെയ്മീൻ, അങ്ങനെ ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് നിങ്ങൾക്ക് പൊള്ളിച്ചെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മീനിലേക്ക് വേണ്ടിയിട്ട് പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് വേണ്ടത്. നമ്മളിവിടെ 1/2 കിലോ മീനിന് വേണ്ടിയിട്ടുള്ള അളവാണ് കാണിക്കുന്നത്. 3 അയലയ്ക്കുള്ള അളവാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാലയിലാണ് നമ്മൾ മീനൊന്ന് വറുത്തെടുക്കുന്നത്. ആദ്യം മീൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാലയിലാണ് മീൻ വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഒരുപാട് വെള്ളമായി പോയത്, കുറച്ചൊരു കുഴമ്പ് പരുവത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ 3 അയലയാണ് എടുത്തിട്ടുള്ളത്. മുഴുവനേ ഉള്ള അയല നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒന്ന് വരഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോ അയലയുണ്ട്. അപ്പോൾ ഇവിടെ അയല നമുക്ക് ഫ്രോസൺ ആയിട്ട് ഒരു ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു അയല. അതുപോലെ തന്നെ വാഴയിലയും ഫ്രോസൺ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ ഇവിടെ കിട്ടി. മീനിലേക്ക് നന്നായിട്ട് മസാല ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് ഇത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടിയെടുക്കാം. ഈ മീൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട. 2 സൈഡും അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടാക്കിയിട്ടുണ്ട്. ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ മീൻ വറുത്തതിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. മീൻ ഇനി നമുക്കിതിലേക്ക് വെച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്ത് എടുത്താലും മതി. ഇത് ഞാൻ ഒരുപാട് മൂപ്പിച്ചിട്ടല്ല എടുക്കുന്നത്. ഇതുപോലെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി ഇത് വേവാൻ പോകുന്നത് നമ്മൾ മസാലയൊക്കെ കോട്ട് ചെയ്തിട്ടാണ്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 4-5 അല്ലി വെളുത്തുള്ളി, 2-3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ എണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുക. കുറച്ചുകൂടെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. ഇതിലേക്ക് ഇനി ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു ചെറിയൊരു സവാള നീളത്തിലരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുഴുവനായിട്ട് നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഓൾറെഡി അതിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ചേർത്തില്ല. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1.5 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ. അതുപോലെ നമ്മളിതിലേക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉലുവാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പക്ഷേ ഉലുവാപ്പൊടി ഇടുമ്പോഴാണ് ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്തൊരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 കഷ്ണം മാങ്ങയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങയുടെ കഷ്ണം തികച്ചും ഓപ്ഷണലാണ്. ഒന്നുകൂടെ ഒന്ന് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അവസാനം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ആ മീൻ പൊള്ളിച്ചതിന് നല്ല ടേസ്റ്റ് കിട്ടുക. ഇത് ഞാൻ ടിന്നിലുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ നാട്ടിലെ സാധാരണ തേങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിപ്പാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളൊരു വാഴയിലയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല കുറച്ചെടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരുമിച്ച് വേണമെങ്കിൽ എല്ലാ മീനും കൂടെ ഒരു ഇലയിൽ പൊതിഞ്ഞെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ മീൻ ഓരോ ഇലയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും പൊതിഞ്ഞെടുക്കാം. കുറച്ച് മസാല താഴെ വെച്ച് കൊടുത്തു, മീൻ വെച്ചു. അതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് മസാല ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അയലയും മത്തിയൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്, വേറെ കറിയൊന്നും തന്നെ വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു നൂല് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വാഴയുടെ നാര് വെച്ചിട്ടോ നിങ്ങൾക്കൊന്ന് ഇതൊന്ന് കെട്ടിയെടുക്കാം. ഞാൻ ഈ വാഴനാര് വെച്ചിട്ട് തന്നെ ഒന്ന് കെട്ടിയെടുക്കുകയാണ്.
ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത്. തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് തവ. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഈ പൊതിഞ്ഞ പൊതി എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും ചെറുതീയിലിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു ഭാരം ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് പ്രസ്സായിട്ട് നന്നായിട്ടത് കുക്കാവും. ഞാനിതിൻ്റെ മുകളിലായിട്ടൊരു ഇരുമ്പിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഇത് നന്നായിട്ട് തന്നെ പൊള്ളിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റെഡിയായി. ഒരു 10 മിനിറ്റൊക്കെ മതിയാകും ഇത് നന്നായിട്ട് കുക്കായി കിട്ടാൻ. ഇരുമ്പിൻ്റെ പാത്രമാണെങ്കിൽ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അയല മീനിൽ മാത്രമല്ല, കരിമീൻ, മത്തി, നെയ്മീൻ, അതുപോലെ തന്നെ ചെമ്പല്ലി, ഏത് മീനിലാണെങ്കിലും ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്